ഹലോ, വെൽക്കം ടു വാമീസ് മം യൂട്യൂബ് ചാനൽ. ഇന്ന് രാവിലെ ബിഗ് ബോസ് ഹൗസിൽ നടന്നത് ഇന്നത്തെ മോർണിംഗ് ടാസ്ക് നല്ല അടിപൊളി മോർണിംഗ് ടാസ്ക്കാണ്. എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും അറിയേണ്ടതുമായിട്ടുള്ള ഒരു മോർണിംഗ് ടാസ്ക്കാണ് ഇന്നത്തെ. അതെന്താണെന്ന് വെച്ചാൽ PR വർക്ക് ഉള്ളവരും PR വർക്ക് ഇല്ലാത്തവരും എല്ലാവരും അതിലുള്ള ആദിലയും നൂറയും ഒഴിച്ച് ബാക്കി എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അനുമോളെ പേരാണ്. കാരണം ഇവിടെ എല്ലാവർക്കും അറിയുന്ന ഒരു പേരുമാണ് അനുമോളുടേത്. കാരണം എന്താന്ന് വെച്ചാൽ അനുമോള് വെറും PR വർക്കിന്റെ മേലെ മാത്രമാണ് ബിഗ് ബോസിൽ നിൽക്കുന്നത്. അത് അക്ബർ ഇനിയിപ്പോൾ നോക്കിക്കോ, ഇതിൻ്റെ അകത്ത് യൂട്യൂബിൽ അക്ബറിനെയും ബിന്നിനെയും അക്ബറിന്റെയും ബിന്നിന്റെയും പേരിൽ ഭയങ്കരമായിട്ടുള്ള ഡിഗ്രേഡ് നടക്കാൻ പോകും. കാരണം തെളിവ് സഹിതം പറഞ്ഞിട്ടുള്ളത് അക്ബറും ബിന്നിയാണ്. അടുത്ത നോമിനേഷനിൽ വോട്ട് നല്ലോണം കുറയാൻ പോകുന്നതും ബിന്നിക്കും അക്ബറിനും ആയിരിക്കും. കാരണം അത് ഉറപ്പാണ്. ഇതിൻ്റെ അകത്ത് PR വർക്ക് ഇല്ലാത്തത് ആരാന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അത് കൂടുതലും പറഞ്ഞിട്ടുള്ളത് അനീഷേട്ടന്റെ പേരും നെവിന്റെ പേരുമാണ് ആയിരിക്കും. കാരണം അവർ രണ്ടാളും നല്ല കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. അനുമോള് ഇവര് പറയുന്നത് എന്താ വെച്ചാൽ ഒരു ഇത് വരുന്ന സമയത്ത് അനുമോൾക്ക് ഒരു ടെൻഷനോ ഒരു പേടിയില്ല. കാരണം അത്രയും പൈസ എറിഞ്ഞിട്ട് അനുമോള് ബിഗ് ബോസിൽ വന്നിട്ടുള്ളത്. അത് എത്ര പൈസയാന്ന് വരെ ബിന്നി പറയുന്നുണ്ട്. അതിനിപ്പം ഇവര് ഇതിൻ്റെ അകത്ത് കാണിക്കോ ഇല്ലയോ എന്നുള്ള അറിയില്ല. ഇപ്പൊ ലൈവിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളതാണ് നല്ലൊരു എമൗണ്ട്, എത്ര 16 ലക്ഷമോ അങ്ങനെ അനുമോള് എറിഞ്ഞിട്ടുണ്ട് എന്നാ ബിന്നിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാ ബിന്നി പറയുന്നത്. എന്തായാലും ഇത് ജനങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്. അറിഞ്ഞുകൊണ്ട് ബിഗ് ബോസ് ഇത് നല്ല ടാസ്ക് ആയിട്ട് കൊടുത്തിട്ടില്ല. കാരണം വെച്ചാൽ വോട്ടിങ്ങും ഇതിപ്പോൾ ഇന്നലെ ജിസേൽ ഔട്ടായി. ഇതിപ്പോൾ അനുമോക്ക് നല്ല വോട്ട് എങ്ങനെയാണ് കിട്ടുന്നത്, സാധാരണ ജനങ്ങള് മറ്റേ PR വർക്കേഴ്സ് ചെയ്യുന്നത് കണ്ടിട്ട് വോട്ട് ചെയ്യുന്നതും അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് എന്തായാലും ബിഗ് ബോസ് ഇത് കൊടുത്തിട്ടുള്ളത്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അനുമോള് PR വർക്കിന്റെ ഒരൊറ്റ ബലത്തിൽ മാത്രമാണ് ബിഗ് ബോസിൽ നിൽക്കുന്നത്. ഇനിയുള്ള വോട്ട് ചെയ്യുന്നവര് എന്തായാലും അത് അറിഞ്ഞിട്ട് കളിക്കുന്ന നല്ലോണം നല്ല പ്ലേയേഴ്സിന് അവര് വോട്ട് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ നമ്മൾ അർഹിക്കുന്ന ഇത് അത്രയും അർഹിക്കുന്ന ഒരാൾക്ക് ബിഗ് ബോസിന്റെ വിന്നർ ആവാൻ പറ്റും. അല്ലാതെ വെറും PR വർക്കേഴ്സ് ചെയ്യുന്നതിന്റെ പുറമെ ഇങ്ങനെ നടക്കേണ്ട ആവശ്യമില്ലല്ലോ. PR വർക്കേഴ്സ് പിന്നെ വരുന്നവരെല്ലാം PR വർക്കേഴ്സിന് പൈസ എറിഞ്ഞിട്ട് വന്നാൽ പോരെ. എന്തായാലും ഇനി വോട്ട് ചെയ്യുന്ന ആൾക്കാർ അത്രയും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വോട്ട് ചെയ്യുക. കാരണം ഇനി അത്ര ദിവസവും കൂടിയുള്ളൂ. ഇനിയുള്ള തീരുമാനങ്ങളെല്ലാം ഭയങ്കര ഇതിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും അത്രയും ശ്രദ്ധിച്ചിട്ട് തന്നെ നമ്മുടെ ഇനിയുള്ള വോട്ട് എല്ലാം കൊടുക്കേണ്ടതാണ്. എന്നാൽ ഇത്രയേ ഉള്ളൂ. ബൈ.